ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത് സ്ക്വയർ നട്ടാണ്. അപ്പോൾ സ്ക്വയർ നട്ട് വരക്കണമെങ്കിൽ കുറച്ച് ഡയമെൻഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് അടങ്ങുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വരക്കാൻ വേണ്ടി ഡ്രോയിങ് ഷീറ്റ് മാർജിനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മ്യൂച്വലി പെർപെൻഡിക്കുലറായ രണ്ട് സെൻട്രൽ ലൈൻസ് ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ 20 മില്ലിമീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സ്ക്വയർ നട്ടാണ് വരക്കാൻ പോകുന്നത്. അതിനാദ്യത്തെ സ്റ്റെപ്പായി സ്ക്വയർ നട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഇന്നർ സർക്കിൾ വരക്കാനായി ഡയമീറ്ററിൻ്റെ പകുതിയായ 10 മില്ലിമീറ്റർ കോമ്പസിലെടുക്കുക. അതിനുശേഷം ഒരു ഫുൾ സർക്കിൾ വരക്കുക. പിന്നീട് ഒരു 2 മില്ലിമീറ്റർ അധികം എടുത്തിട്ട് വേറൊരു 3/4 സർക്കിളും കൂടി വരക്കുക. ഇനി സ്ക്വയർ നട്ടിൻ്റെ വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റായ രണ്ട് സർഫേസുകൾ പാരലൽ സർഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസായ W കണ്ടുപിടിക്കുക. കൂടെ കിട്ടിയിരിക്കുന്ന W 33 ആണ്. അതിൻ്റെ പകുതി 16.5 കോമ്പസിലെടുക്കുക. അതിനുശേഷം കോമ്പസ് ഇതുപോലെ സെൻറ്ററിൽ കുത്തിയിട്ട് സെൻട്രൽ ലൈനുകളിൽ 4 പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുക. ഇനി അതേ റേഡിയസ് തന്നെ ഈ കാണുന്ന 4 പോയിൻറ്റുകളിൽ നിന്നും മാർക്കുകൾ കട്ട് ചെയ്യുക. ഇതുപോലെ ഈ പോയിൻറ്റുകളൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ നമുക്ക് കിട്ടും. ഇനി ഈ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ പകുതി ഇതുപോലെ കോമ്പസിലെടുത്തതിന് ശേഷം ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് പ്രൊജക്ടേഴ്സ് മേലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ ഫ്രണ്ട് വ്യൂ വരക്കാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് വെക്കുക. നമുക്കിവിടെ തിക്നെസ് ഓഫ് നട്ട് എന്ന് വെച്ചാൽ ഡയമീറ്റർ തന്നെയാണ് 20 മില്ലിമീറ്റർ എടുക്കുക. അതിനുശേഷം ഫ്രണ്ട് വ്യൂയുടെ ഔട്ട്ലൈൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ റേഡിയസ് ഓഫ് ചാംഫർ ആർക്ക് 2D ആണ്. 2x20 40 മില്ലിമീറ്റർ കോമ്പസിലെടുത്ത് വെക്കുക. അതിനുശേഷം പെൻസിലിൻ്റെ മുന ആദ്യം കുത്തുക. അതിനുശേഷം സെൻട്രൽ ലൈനിൽ കോമ്പസ് കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ത്രെഡഡ് ഹോള് ഫ്രണ്ട് വ്യൂവിലേക്ക് നമുക്കിതുപോലെ ഹിഡൻ ലൈൻസ് അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് വ്യൂവും കൂടിയുണ്ട് സ്ക്വയർ നട്ടിന്. അത് വരക്കാൻ വേണ്ടി വേറൊരു വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ ഇതുപോലെ വരക്കുക. അതിനുശേഷം സ്ക്വയർ നട്ടിൻ്റെ സെൻറ്റർ മുതൽ ഒരു കോർണർ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന 2 സെൻട്രൽ ലൈനുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് ഈ 4 സെൻട്രൽ ലൈനിലേക്കും ഓരോരോ ആർക്കുകൾ കട്ട് ചെയ്യുക സെയിം റേഡിയസിൽ. ഇനി ഈ ആർക്കുകൾ മുഴുവൻ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻസ് വരയ്ക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ സ്ക്വയറിൻ്റെ പകുതി ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ ത്രെഡുകളുടെ ടോപ്പ് വ്യൂ കാണിക്കാൻ വേണ്ടി സർക്കിളുകൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന കോർണേഴ്സ് നിന്ന് മേലോട്ടേക്ക് പ്രൊജക്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്യാം. ഇനി ആദ്യം വരച്ച ഫ്രണ്ട് വ്യൂവിൻ്റെ ബേസിൻ്റെ മേലെ സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മുടെ വ്യൂവിലേക്ക് ഒരു ലൈൻ പ്രൊജക്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 2 ലൈൻസ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഫ്രണ്ട് വ്യൂയുടെ ഏറ്റവും ടോപ്പിൽ നിന്നും ലൈൻ പ്രൊജക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ലൈൻ എന്ന് വെച്ചാൽ ആ ചാംഫർ ആർക്ക് സൈഡ് ഉള്ള ലൈൻസിനെ കട്ട് ചെയ്യുന്നത് എവിടെയാണോ ഇത് 2 പോയിൻറ്റുകളും ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെക്കുന്നു ഒരു ലൈൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2 ലൈനുകൾ ഇതിൽ പ്രൊജക്റ്റ് ചെയ്തായിട്ട് കാണാം. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഈക്വൽ റെക്റ്റാങ്കിൾസ് കാണാം. ഇവിടെയുള്ള റെക്റ്റാങ്കിൾ ഒന്നിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത് 23 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 11.5 മില്ലിമീറ്റർക്ക് ഒരു ലൈൻ വരക്കുക. ഇതേ പ്രോസസ്സ് തന്നെ നെക്സ്റ്റ് സൈഡിലും ഈ കാണുന്ന പോലെ ലൈൻസ് വരച്ചിടാം. ഇനി ഈ കാണുന്ന 3 പോയിൻറ്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കണം. അപ്പോൾ സെൻറ്റർ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ലൈനിലായിരിക്കണം സെൻറ്റർ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ആ 3 പോയിൻറ്റുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കുക. നമ്മൾ അതിന് റേഡിയസും അതിൻ്റെ സെൻറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഏകദേശം 3 പോയിൻറ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരക്കുക. ഇതേ മെത്തേഡ് തന്നെ മറ്റു രണ്ടാമത്തെ സൈഡിലും ആർക്ക് വരക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ പ്രൊട്രാക്ടർ ഈ കാണുന്ന പോയിൻറ്റിൽ വെച്ചിട്ട് 30 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക 2 സൈഡിലും. ഇനി നമ്മുടെ 30 ഡിഗ്രി ലൈനും നമ്മുടെ ആർക്കുകളും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ മായ്ച്ച് അതിന് ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്യാം. പിന്നീട് മുൻപ് ചെയ്തതുപോലെ ത്രെഡഡ് ഹോളിൻ്റെ ഫ്രണ്ട് വ്യൂവിലുള്ള വ്യൂ ഡോട്ടഡ് ലൈൻസായിട്ട് ഇതുപോലെ നമുക്ക് കാണിക്കാം. പിന്നീട് ഈ വീഡിയോ കാണുന്നത് പോലെ ഓരോരോ ഡയമെൻഷൻസ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയമെൻഷൻ ലൈന് കണ്ടിന്യൂസ് തിൻ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിൻ്റെ അതേ കട്ടിയായിരിക്കരുത്, അതിനേക്കാൾ കട്ടി കുറഞ്ഞ ലൈനായിരിക്കണം. പിന്നെ എയറോ ഹെഡുകൾ 1:3 എന്ന റേഷ്യോയിലായിരിക്കണം നമ്മൾ വരക്കുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ ലൈൻ എപ്പോഴും ഡയമെൻഷൻ ലൈനും കഴിഞ്ഞിട്ട് ഒരു 3 മില്ലിമീറ്ററോ 2 മില്ലിമീറ്ററോ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം.